ഈ അന്തർദേശീയ വാർത്തയിലേക്കാണ്. പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ന്. ഇന്ത്യൻ സമയം രാവിലെ 8:30 വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 5:30 വരെയാണ് പോളിംഗ്. 272 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 12.7 കോടി വോട്ടർമാരാണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ ഇത്തവണ മത്സരിക്കാനാകുന്നില്ല. ഇമ്രാൻഖാന്റെ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടിക്ക് ക്രിക്കറ്റ് ബാറ്റ് തെരഞ്ഞെടുപ്പ് ചിഹ്നമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കാത്തതിനാൽ സ്വതന്ത്രരായാണ് ഇത്തവണ മത്സരിക്കുന്നത്. പ്രവാസ ജീവിതത്തിന് ശേഷം മടങ്ങിയെത്തി പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഏറ്റെടുത്ത നവാസ് ഷെരീഫ് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ബേനസീർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മത്സര രംഗത്ത് ഉണ്ടെങ്കിലും സൈന്യത്തിന്റെ പിന്തുണ നവാസ് ഷെരീഫിനാണ്. ഇതിനിടെ ഇന്നലെ ബലൂചിസ്ഥാനിൽ ഇരട്ട സ്ഫോടനമുണ്ടായി. ഇതിൽ 28 പേർ കൊല്ലപ്പെട്ടു, 50ഓളം പേർക്ക് പരിക്കുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, ഇന്നലെ തന്നെ സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ എപ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു? അഭിലാഷ്, പാകിസ്ഥാൻ ഒരിക്കൽ കൂടെ വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ്. കനത്ത സുരക്ഷയ്ക്കിടയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇരട്ട സ്ഫോടനങ്ങളും അക്രമ സംഭവങ്ങളും ഇന്നലെ ഉണ്ടായിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇന്ന് വോട്ടെടുപ്പ്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. ഈ വോട്ടെടുപ്പ് ആരംഭിച്ച ഇത്രയും സമയത്തിനുള്ളിൽ സമാധാനപരമായി പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അക്രമ സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അങ്ങനെ നീണ്ടു നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ഏതായാലും കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 6.5 ലക്ഷം സൈനികരെ സുരക്ഷയ്ക്കായി വിനിയോഗിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കനത്ത അക്രമ സംഭവങ്ങൾ ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയാണുള്ളത്. ഏതായാലും നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് PMNL പാർട്ടിക്ക് പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. ഇവർക്ക് സൈന്യത്തിന്റെ ഒരു പിന്തുണ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവർ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് കണക്ക് കൂട്ടുന്നത്. പ്രവാസത്തിന് ശേഷമാണ് നവാസ് ഷെരീഫ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ആശ്വാസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശത്രുവായ ഇമ്രാൻഖാൻ അദ്ദേഹം ജയിലിലാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ക്രിക്കറ്റ് ബാറ്റ് തെരഞ്ഞെടുപ്പ് ചിഹ്നമായി അനുവദിക്കണം എന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ആവശ്യം അംഗീകരിക്കുകയുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫിന് ഇത്തവണ വിജയസാധ്യത മങ്ങലാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നവാസ് ഷെരീഫിന് വലിയ വിജയ സാധ്യതയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ബേനസീർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോയും മത്സര രംഗത്തുണ്ട്. മറ്റൊരു PPP പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ആണ് ശക്തമായി മുന്നോട്ടുള്ളത്. ഈ ബിലാവൽ ഭൂട്ടോയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അവർക്കും വലിയ വിജയപ്രതീക്ഷ തന്നെ ഉണ്ട്. എങ്കിലും നവാസ് ഷെരീഫിനാണ് കൂടുതൽ വിജയ സാധ്യത കൽപ്പിച്ചു കാണുന്നത്. 272 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. 12.5 കോടി വോട്ടർമാരാണ് ഇന്ന് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. അഭിലാഷ്, പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യത്ത് ഇന്ന് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. എക്സാലോജി